വൈകുന്നേരം വേഗം പണികളൊക്കെ ഒതുക്കി. നാളെയാണ് നമ്മുടെ സ്കൂളിലത്തെ ബ്ലൂ ഡേ വരുന്നത്. ഗ്രീൻ ഡേക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത ഡേ ആണ് ബ്ലൂ ഡേ. അങ്ങനെ നോക്കിയപ്പോൾ ഇത് അടുക്കളയിൽ വൈകിട്ടേക്ക് കറിയില്ല. അപ്പോൾ വേഗം ഉണക്കമാന്തം ഇരിക്കേണ്ടിയിരുന്നു, അത് കറി വെച്ചു. പിന്നെ അവളേനെ വേഗം ചായയൊക്കെ കൊടുത്തു, കുളിപ്പിച്ചു, ചോറൊക്കെ തിളപ്പിച്ചൂറ്റി ഫ്ലാസ്കിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ച് വേഗം ഞങ്ങൾ ഗ്രീനല്ലല്ലോ ബ്ലൂ ഡേക്കുള്ള പരിപാടികൾ നോക്കി. മക്കളെ സ്കൂളിൽ ചേർക്കണേക്ക് മുമ്പ് പേരൻസ് ട്രെയിനിങ്ങിന് പോകേണ്ട അവസ്ഥയാണ്. ബ്ലൂ ഡേ ഗ്രീൻ ഡേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്രാവശ്യം വല്ലാണ്ട് ക്രാഫ്റ്റൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. എന്ത് ചെയ്തു, വേഗം പോയിട്ടൊരു ചിത്രം അങ്ങോട്ട് വരച്ചു, പെയിൻ്റ് അടിച്ചു. അതിലൊരു ടിസ്റ്റ് ഉണ്ട്, അത് അവസാനം പറയാം. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളേനെ ചോറൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തി നേരെ ഒരു ഇതായിട്ടുണ്ട്. അപ്പം എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഇത്. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയെടുത്തൊരു തീമായിരുന്നു. സംഭവം അത്ര തന്നെ ഉള്ളൂ. നേരെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ കുളിച്ച് ഉറങ്ങുമ്പോഴേക്കും അടുത്ത ദിവസം നേരം വെളുക്കും. ഞാൻ ഉറങ്ങണമെന്നാണ് ആലോചിച്ചോണ്ട്. പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട് മൊത്തം ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഈ നേരത്തെ ഇരിക്കണത്. പിന്നെ ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളറടിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിരുന്നല്ലോ. എൻ്റെ ചേട്ടനൊരു ചിത്രകാരനായതുകൊണ്ട് അവനെ കൊണ്ട് ഞാൻ ചിത്രം വരപ്പിച്ചു. ഇത് പെയിൻ്റ് അടിക്കാൻ തന്നെ എനിക്ക് ഇത്ര സമയം അയച്ചാൽ ഞാൻ ഈ ചിത്രം കൂടി വരച്ചിരുന്നു വെച്ചെങ്കിൽ എന്താവും എൻ്റെ അവസ്ഥ. ഈ കൊല്ലം കഴിയുമ്പോഴും പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് ഞാൻ ഇന്ന് തന്നെ ഒരു സംഭവം യൂട്യൂബിൽ കാണുകയും ചെയ്തു, ഒരു പ്രേതത്തിന്. അത് രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. ബ്ലൂ ഡേക്കുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞ് പോകുന്നു.